ഹായ് ഫ്രണ്ട്സ്, വിക്രമവേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ചമ്മ എത്തിയതോടുകൂടി അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ആകെ മാറി മറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അച്ചമ്മയുടെ നിർബന്ധപ്രകാരം മാഷിന് നല്ല ദേഷ്യമാണ്. അങ്ങനെ അവരുടെ തറവാട് ക്ഷേത്രമായ ക്ഷേത്രത്തിലേക്ക് വേദിയും വിക്രമിനെയും കൊണ്ട് പോവുകയാണ് കേട്ടോ. മാല മാറ്റിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നത് ഇങ്ങനെ നല്ലൊരു ട്രാവലറിനാണ്. അങ്ങനെ AC ഉള്ളത് തന്നെ വേണമെന്ന് അച്ചമ്മ ഇങ്ങനെ നിർബന്ധപൂർവ്വം പറഞ്ഞ് വേദയും വിക്രമിനെയും ഒരു സീറ്റിലേക്ക് ഇരുത്തിയിട്ടാണ് അവരിങ്ങനെ യാത്ര പോകുന്നത് കേട്ടോ. ഇതെല്ലാം അച്ചമ്മയുടെ കൺട്രോളിൽ തന്നെയാണ്. മാഷിന് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും മാഷിൻ്റെ അമ്മയും ആണല്ലോ, അതുകൊണ്ട് മാഷിൻ്റെ അമ്മയോട് എതിർത്തൊന്നും ആർക്കും ഒന്നും പറയാൻ അവിടെ പറ്റില്ല. അതാണ് നമ്മുടെ അച്ചമ്മ. അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വേദയാണെങ്കിൽ ഇങ്ങനെ വിക്രമിനെ ഇങ്ങനെ ചാരിയിരിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രമിങ്ങനെ ദേഷ്യത്തോടു കൂടി തള്ളി മാറ്റി കൈ മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഞാൻ അച്ചമ്മയെ വിളിക്കണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞ് ദേഷ്യം വന്നിട്ട് വിക്രം ഇങ്ങനെ കൈ വീണ്ടും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിൻ്റെ തോളിൽ ഇങ്ങനെ ചാഞ്ഞു കിടന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ അച്ചമ്മ തന്നെയാണ് പറയുന്നത്. അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അച്ചമ്മ പറയാണ്, ഇതെന്താ എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഒരു യാത്ര പോകുമ്പോഴത്തേക്കിന് ഇവിടെ ആർക്കും ഒരു പാട്ടോ ഡാൻസോ ഒക്കെ കളിച്ചൂടെ? അങ്ങനെയല്ലേ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ അച്ചമ്മ പറയുകയാണ് കേട്ടോ. ഇതേ സമയം മാഷു പറയുന്നുണ്ട്, എന്താ ഇത് വല്ല ട്രിപ്പും പോവുകയാണോ? നമ്മൾ ക്ഷേത്രത്തിലേക്കല്ലേ പോകുന്നത്, പിന്നെന്തിനാ പാട്ടും കൂത്തും ഒക്കെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, നിനക്കേ അതൊന്നും വേണ്ടെങ്കിൽ നീ ആ ചെവിയും കണ്ണും ഒക്കെ പൊത്തി അവിടെ മിണ്ടാണ്ടങ്ങിരുന്നാൽ മതി. ഇവിടെ അതൊക്കെ ഇഷ്ടമുള്ളവരുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും മാഷിങ്ങനെ നല്ല ദേഷ്യം വന്നിട്ട് മിണ്ടാണ്ടങ്ങിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ചമ്മയാണെങ്കിൽ വിനയനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിനയനോടായിട്ട് പറയുന്നുണ്ട്, എടാ നീ ഒന്ന് എഴുന്നേറ്റ് ഡാൻസൊക്കെ ഒന്ന് കളിച്ചേ. നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ എവിടെ ചെണ്ട കൊട്ടുന്നത് കേട്ടാലും അതിൻ്റെയൊക്കെ പുറകെ തുള്ളിക്കൊണ്ട് ഓടുമായിരുന്നല്ലോ. ഇപ്പം എന്താ നിങ്ങൾക്ക് ഡാൻസും പാട്ടും ഒന്നും വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിനയകനാണെങ്കിൽ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഞാൻ ഇവളെയും കൂട്ടാം അച്ചമ്മയെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനെന്താ അവളെയും കൂട്ടി ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഇങ്ങനെ അച്ചമ്മ പറയുമ്പോഴേക്കും വിനയനാണെങ്കിൽ ഇങ്ങനെ നന്ദിനിയെ കൂട്ടാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. വാടിയെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പോകുന്ന സമയത്തേക്കിന് മാഷിന് നല്ല ദേഷ്യം വന്നിട്ട് മാഷ് പറയുന്നുണ്ട്, ഇതെന്താ അമ്മ ഇത് വല്ല കോളേജ് ടൂറും ആണോ? ആട്ടവും പാട്ടവും ഒക്കെ നടത്താനായിട്ടെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ചമ്മ പറയുകയാണ്, എന്താടാ നീ പണ്ട് സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നീ നന്നായിട്ട് ഡാൻസും പാട്ടും ഒക്കെ എൻജോയ് ചെയ്യുമായിരുന്നല്ലോ, ഇപ്പം എന്താ നിനക്ക് വയ്യാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിനയം ചോദിക്കുന്നുണ്ട്, എന്ത് ലവ്വോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതെ, നിന്റെ അച്ഛൻ്റെ പ്രണയകഥയൊക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇതേസമയം വിക്രം നല്ല ഉറക്കമായിരിക്കും. വിക്രമിനെ ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ. എടാ നിനക്കറിയണ്ടേ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രണയകഥ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ എഴുന്നേറ്റിട്ട് ലവ് ആണെന്നൊക്കെ അറിയാം, എന്നാലും ബാക്കിയൊന്നും അറിയില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും കമലയോടായിട്ട് അച്ഛമ്മ പറയുന്നുണ്ട്, എടി എന്തായിരുന്നെടി ആ പടത്തിൻ്റെ പേരെന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും കമല ഇങ്ങനെ നാണത്തോടു കൂടി ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മ പറയാണ്, അതെ ഏതോ ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയിലെ നായികയെ പോലാണ് നിന്റെ അമ്മയെന്ന് പറഞ്ഞാണ് നിന്റെ അച്ഛൻ അവളെ സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും ഒക്കെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഏതായിരുന്നടി ആ പടത്തിൻ്റെ പേരെന്നിങ്ങനെ അച്ഛമ്മ ചോദിക്കുമ്പോഴേക്കും കമല ഇങ്ങനെ ആ പേര് പറയാനായിട്ട് ഏതൊരു ലവ് സ്റ്റോറിയാണ്. അപ്പോഴേക്കും ആ പേര് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കിനും മാഷ് ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ കമലയെ. എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും കമല ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പോൾ പറയടി എന്നിങ്ങനെ അച്ഛമ്മ പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുമ്പോഴേക്കും കമല ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ പറയുന്നുണ്ട്, എന്തിനാ അച്ഛമ്മ ഏത് നേരം നോക്കിയാലും ഒരു ലവ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വേറൊന്നും സംസാരിക്കാനില്ലേ? എനിക്കൊന്ന് ഉറങ്ങണമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, ഒരു ലവ് വിരോധി വന്നേക്കുന്നു, നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാടാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം വീണ്ടും വിനായകൻ ഇങ്ങനെ അച്ചമ്മയോടായിട്ട് ചോദിക്കുന്നുണ്ട്, അച്ചമ്മേ ഞങ്ങളോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞിരുന്നല്ലോ, ഇനിയിപ്പോൾ കളിക്കണോ വേണ്ടയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, നിങ്ങൾ കളിക്കടാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ പാട്ട് വെച്ചിട്ട് എല്ലാവരും കൂടി ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്താണ് യാത്ര പോകുന്നത്. ഇത് ബാക്കി എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും മാഷ് മാത്രം വലിയ കടുംപിടുത്തമൊക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ വേദയും വിക്രമും എല്ലാവരും കൂടി യാത്ര പോകുന്ന സമയത്ത് വേദയും നന്നായിട്ട് എൻജോയ് ചെയ്യാണ്. എന്നാൽ വിക്രമാണെങ്കിൽ നല്ല ദേഷ്യത്തിലായിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഈ സമയം നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട് നമ്മുടെ വേദ. അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അച്ഛമ്മ ഇങ്ങനെ വേദയോടായിട്ട് പറയുകയാണ്, വേദ മോളെ ഒരു കാര്യം ചെയ്, ഇനി അച്ഛമ്മ കേൾക്കട്ടെ നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയായിരുന്നു, നിങ്ങളുടെ കഥയൊക്കെ അച്ഛമ്മയോടൊന്ന് പറഞ്ഞതായെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് എന്തിനാ അച്ഛമ്മ ഇപ്പോൾ ആവശ്യമില്ലാത്ത കഥയൊക്കെയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മ പറയാണ്, കേട്ടോടി നിന്റെ ഭർത്താവിൻ്റെ നാണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ ഇങ്ങനെ എന്താ പറയാന്നിങ്ങനെ ഉദ്ദേശിച്ചിട്ട് നമ്മുടെ വേദയല്ലേ കിട്ടിയ അവസരമല്ലേ, അങ്ങനെ വേദ ഒരു പുതിയ പ്രണയകഥ ഉണ്ടാക്കി പറയുകയാണ് കേട്ടോ. അങ്ങനെ വേദ കഥ പറഞ്ഞു തുടങ്ങാൻ പോകുമ്പോഴത്തേക്കിനും വിക്രം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വേദ പറയുന്നുണ്ട്, പറയരുതെന്നിങ്ങനെ. എന്നാൽ വേദ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ പ്രണയകഥ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അച്ഛമ്മേ ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് കോളേജിൽ വെച്ചായിരുന്നു എന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴത്തേനും അച്ഛമ്മയ്ക്ക് നല്ല ഇൻട്രസ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും പ്രണയകഥയല്ലേ, അപ്പോഴത്തേക്കിനും എല്ലാവരും ചാടി എണ്ണീറ്റ് ഉഷാറായിട്ട് കഥയൊക്കെ കേൾക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പോഴേക്കും വേദ ഇങ്ങനെ തുടരുകയാണ്. അപ്പോഴത്തേനും അച്ഛമ്മ പറയുന്നുണ്ട്, പറയടി കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പറയുന്നുണ്ട്, അതെ ഞങ്ങൾ കോളേജിൽ വെച്ചായിരുന്നു. എനിക്ക് അന്നൊന്നും ഈ വിക്രമിൻ്റെ മുഖം കാണുന്നത് തന്നെ ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ പുറകെ നടന്ന് എപ്പോഴും ഓരോ ചീത്തവിളിയും വഴക്കും ഒക്കെ ആയിരുന്നു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് ആദ്യത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് ലവ് സ്റ്റോറി ആയിരിക്കുമല്ലോ, അപ്പോൾ ഇങ്ങനെ തന്നെയാണ് എല്ലാ പ്രണയ കഥകളും, തുടക്കം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ അച്ഛമ്മ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദയോട് പിന്നീടായിട്ട് അച്ഛമ്മ പറയുന്നുണ്ട്, ബാക്കി കേൾക്കട്ടെ എന്നിങ്ങനെ അച്ഛമ്മ ഇങ്ങനെ പറയുമ്പോഴേക്കും വേദ ഇങ്ങനെ പറയുകയാണ്, അതെ അച്ഛമ്മ എന്നോട് വിക്രം ഇതുവരെ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു എന്നൊക്കെ. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, അതെ മോളെ ഈ ആണുങ്ങൾക്ക് അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര നാണമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ ഇങ്ങനെ പറയുകയാണ്, ഞങ്ങൾ തമ്മിൽ ഒരു കൾച്ചറൽ പ്രോഗ്രാം കോളേജിൽ നടക്കുകയായിരുന്നു, അന്നാണ് ഇതൊക്കെ സംഭവിച്ചെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അന്ന് ആ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് വിക്രമാണെങ്കിൽ ഒരു റോസാപ്പൂ ഒക്കെ കയ്യിൽ പിടിച്ചിട്ട് സ്റ്റേജിൽ കയറി നിന്നിട്ട് ഭയങ്കര പാട്ടായിരുന്നു. അന്നൊന്നും എന്നോട് പ്രപ്പോസ് ചെയ്തിട്ടേ ഇല്ല, അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു സ്റ്റേജിൽ കയറി ഇദ്ദേഹം ഇവൻ പാട്ടുപാടിയത് എന്നെ ഓർത്തിട്ടായിരുന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതൊന്നും കഴിഞ്ഞിട്ടും കോളേജ് കഴിയാറായ സമയത്തും പൂവും പിടിച്ചോണ്ടൊക്കെ നിന്നതല്ലാതെ എന്നോട് ഒന്നും പ്രപ്പോസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വേദ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ ചാടി എഴുന്നേറ്റിട്ട് ഇത് ഏതോ ഒരു മൂവിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ മൂവിയുടെ പേര് പറയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ ഇങ്ങനെ ചിരിക്കുകയാണ്, അതെ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കിന് അച്ഛമ്മ വീണ്ടും പറയുമ്പോഴേക്കും വേദ പറയാണ്, പിന്നീടായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടിയത് ഞങ്ങൾ PGക്കും ഒരേ കോളേജിൽ തന്നെയായിരുന്നു. അങ്ങനെ PGയിൽ അദ്ദേഹത്തിൻ്റെ റോളേ മാറിയിട്ടുണ്ടായിരുന്നു, പാട്ടൊക്കെ മാറിയിട്ട് വീണ്ടും ഡാൻസും സ്റ്റണ്ട് അങ്ങനെയൊക്കെ വലിയ ഹീറോ ആയിരുന്നു കോളേജിലെ. എന്നാൽ അന്നൊന്നും എനിക്ക് ഇവനോട് ഒരു ഇഷ്ടവും തോന്നിയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വേദ വാദോരാതെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ ഇങ്ങനെ വിക്രമിനെ ഇളക്കാനായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അന്ന് ഏത് ഷർട്ടായിരുന്നിട്ട് സ്കൈ ബ്ലൂ കളർ അല്ലേ? അപ്പോഴേക്കും വിക്രം ഇങ്ങനെ പറയുന്നുണ്ട്, അതെ പാട്ട് ഞാനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ പറയുമ്പോഴേക്കും വേദ ഇങ്ങനെ ബാക്കി പറയുകയാണ്, നമ്മൾ അന്ന് എവിടെയാ പോയത്, ആ വാട്ടർഫോൾസിൻ്റെ അവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം എന്നിങ്ങനെ മൂളുന്നുണ്ട് കേട്ടോ. വേദ ഇങ്ങനെ ഓരോ സീനും പറയുമ്പോഴും ഓരോ സിനിമയുടെ പേരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിട്ടിരിക്കും കേട്ടോ. അപ്പോഴേക്കും വേദ ഇങ്ങനെ വിക്രമിനോടായിട്ട് പറയുന്നുണ്ട്, അതെ നമ്മുടെ ലവ് സ്റ്റോറി അല്ലേ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളൊന്ന് ചിരിക്കുന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ അച്ഛമ്മയെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. എന്നിട്ട് വേദ ഇങ്ങനെ ബാക്കി കഥ പറയുകയാണ് കേട്ടോ. അന്നൊന്നും ഞങ്ങൾക്ക് ഒരു പ്രണയവും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സ് തമ്മിൽ, എൻ്റെയും ഇവൻ്റെയും ഫ്രണ്ട്സുകൾ തമ്മിൽ നല്ല ഡീപ്പ് ലവ് ആയിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഞങ്ങളാണ്. അങ്ങനെയാണ് ഞങ്ങൾ പ്രണയത്തിലേക്ക് എത്തപ്പെട്ടിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഈ കഥയൊക്കെ കേൾക്കാനായിട്ട് വീണ്ടും കമലാമ്മ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും മാഷ് ഇങ്ങനെ പിടിച്ച് നേരെ ഇരുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും വേദ ഇങ്ങനെ പറയുകയാണ്, അങ്ങനെ ഞങ്ങൾ ഒന്നും പിന്നീടായിട്ട് എൻ്റെ അച്ഛനാണെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിട്ട് അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയപ്പോൾ എന്നെയും നിർബന്ധപൂർവ്വം അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ട്രാൻസ്ഫറായി പോയ സ്ഥലത്തേക്ക് രാത്രി 12 മണിക്ക് തന്നെ ട്രെയിൻ പിടിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്നെ കാണാനായിട്ട് വന്നു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അല്ലേ എന്നിങ്ങനെ വേദ ചോദിക്കുന്ന സമയത്ത് വിക്രം ഇങ്ങനെ അതെ എന്നിങ്ങനെ തലയാട്ടി സമ്മതിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വീണ്ടും അച്ഛമ്മ പറയുന്നുണ്ട്, എന്നിട്ട് എന്തായി മോളെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതെല്ലാം ഞങ്ങൾ ഡീപ്പായിട്ട് ഞങ്ങളുടെ പ്രണയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇത് നമുക്ക് ഒരിക്കലും സെറ്റാകില്ലല്ലോ, നമ്മുടെ രണ്ടുപേരുടെ വീട്ടുകാർ സമ്മതിക്കില്ല, അങ്ങനെ ഞങ്ങൾ പിരിയാമെന്നൊക്കെ തീരുമാനിച്ചു എന്നിങ്ങനെ വേദ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും അച്ഛമ്മയ്ക്ക് നല്ല വിഷമമാണ്. അയ്യോ അങ്ങനെയൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ, എന്നിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചോദിക്കുന്ന സമയത്ത് വേദ വീണ്ടും പറയുകയാണ്, അതേ അച്ഛമ്മേ, ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു. എന്നാൽ പിന്നെ എൻ്റെ മുത്തശ്ശിയെ കണ്ട് ഇവൻ സംസാരിച്ചു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, നിനക്ക് എൻ്റെ മോളെ പോലെ കൊച്ചുമോളെ പോലെ ഇത്രയും നല്ല പെൺകുട്ടിയെ നിനക്ക് ഒരിക്കലും ജീവിതത്തിൽ കിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു, മുത്തശ്ശി പറഞ്ഞു എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയോട് ഇവൻ ഒരുപാട് സംസാരിച്ചു. അങ്ങനെ മുത്തശ്ശി പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ ഒന്നും അറിയാത്തതുപോലെ അമ്പലത്തിൽ എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഏട്ടനും ഒക്കെ വെച്ച് ഉള്ള ഒരു ക്ഷേത്രത്തിൽ വരാൻ പറഞ്ഞ് ഇവനാണ് ഞങ്ങളോട് വരാൻ പറഞ്ഞത്. എന്നാൽ അവരൊന്നും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പൂജിച്ച് കൊണ്ടുവന്ന് വെച്ചിരുന്ന താലി ആരെയും നോക്കാതെ ഇവൻ എടുത്തുകൊണ്ടുവന്ന് എൻ്റെ കഴുത്തിൽ കെട്ടുകയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെ പറയുമ്പോഴേക്കും എല്ലാവരും കൂടി ഇങ്ങനെ ക്ലാപ്പ് ചെയ്യാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ക്ലാപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും വിനായകനും ഇങ്ങനെ കൈയടിക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കിനും നന്ദിനി ഇങ്ങനെ കൈ പിടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്തിനാ കൈയടിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അത് നല്ലൊരു ലവ് സ്റ്റോറി അല്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ ഇങ്ങനെ വിക്രമിനെ തട്ടിയിട്ട്, എങ്ങനെയുണ്ട് സ്റ്റോറി, നല്ലൊരു സിനിമാ കഥയാക്കാനുള്ള സ്റ്റോറി ഉണ്ടല്ലേ, നീ ഒരു സംവിധായകനാവും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ മതി ഇനി എല്ലാവരും കിടന്നുറങ്ങാൻ നോക്കുന്ന ഇങ്ങനെ പറയുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, അച്ഛമ്മേ ഇനിയുണ്ട് എൻ്റെ ലവ് സ്റ്റോറി, ഇനിയും ബാക്കി ഒത്തിരി കഥകൾ പറയാനുണ്ട്, പറയട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, മതി ഇനി അടുത്ത ദിവസം പറയാമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും അതിനുശേഷം ചാഞ്ഞു കടന്ന് ഉറങ്ങാനായിട്ട് സീറ്റിലേക്കൊക്കെ ചാഞ്ഞു കടന്ന് ഉറങ്ങിയാണ്. വിക്രമിൻ്റെ തോളിലേക്ക് തന്നെ വേദ ചാഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.